നിയമത്തിൻ്റെ ഒരു ഒരു ശോചനീയ അവസ്ഥ അല്ലെങ്കിൽ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അനുഭവസ്ഥനാണ് ഞാൻ. നമുക്ക് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പണമില്ലാത്തവർക്ക് ഈ നാട്ടിലെ നിയമം കൊണ്ട് ഒരു പ്രയോജനവും കിട്ടില്ല. കാര്യം നമ്മളൊരു കേസിന് പോയാലോ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാലോ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടില്ല, രണ്ട് കോടതികളിൽ നിന്നും കിട്ടില്ല. കാരണം എൻ്റെ ജീവിതം തന്നെ അതിനൊരു വലിയൊരു എക്സാമ്പിളാണ്. എൻ്റെ പാസ്പോർട്ട് ഒരു ജോലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതും ഒരു ട്രാവൽ ഏജൻസിക്ക് വിശ്വസിച്ച് കൊടുത്തതും പിന്നീട് അവരത് കൊണ്ടുപോയിട്ട് സിവിൽ കോടതിയിൽ പാസ്പോർട്ട് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനതിന് വക്കീലിനെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കേസ് നടത്തിയതും ഞാൻ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയതും അവർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പോയതും ഇതിനൊക്കെ എന്നെ വക്കീലന്മാർ പറ്റിച്ചതുൾപ്പെടെ ഉള്ള കാര്യങ്ങളെല്ലാം അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്. വക്കീലന്മാർ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് പൈസ മേടിച്ച് തിന്നതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യവുമില്ല, വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് നമ്മുടെ ലൈഫും വേസ്റ്റ് ആവും. ഇവിടുത്തെ നിയമങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടായാലും ഒരു 0% ഗുണം പോലും ഉണ്ടായാലും. ഞാൻ കോടതിയിൽ ഞാൻ ബെഗ് ചെയ്തു, ഞാൻ എരന്നു. എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ ഞാൻ എരന്നു എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. എൻ്റെ എതിര് നിൽക്കുന്ന കക്ഷി കോടികളുടെ ധനം സമ്പാദ്യമുള്ള ഒരു ട്രാവൽ ഏജൻസിയാണ് എറണാകുളത്തെ. ആ പ്രശസ്തമായ ട്രാവൽ ഏജൻസിക്കെതിരെയാണ് സാധാരണക്കാരനായ ഞാൻ കേസ് നടത്തുന്നത്. എനിക്ക് എൻ്റെ ഉപജീവന മാർഗമാണ് ആ പാസ്പോർട്ട്. പക്ഷേ ആ പാസ്പോർട്ട് കോടതി 8 മാസത്തോളം അവരുടെ കൈവശം വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എൻ്റെ ജീവിതാവസ്ഥയും എല്ലാം പരിതാപകരമായിട്ടും എനിക്ക് അത് റിലീസ് ചെയ്യാനായിട്ട് കോടതിയിൽ നിന്ന് ഇതുവരെയും എനിക്കൊരു ഓർഡറും ഒന്നും വന്നിട്ടില്ല. കോടതിക്ക് എന്താണ് ഇതൊക്കെ തമാശയല്ലേ? തമാശയാണ്. കാരണം അവർക്ക് വേനൽക്കാല വെക്കേഷൻ വരുമ്പോൾ 2 മാസത്തേക്ക് മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കേസ് അങ്ങോട്ട് വെക്കും. പിന്നെ അത് കഴിയുമ്പോൾ ജൂൺ, പിന്നെ അത് കഴിയുമ്പോൾ തോന്നും പോലെ. ഇതൊന്നും നമ്മുടെ ഒരു വാല്യൂബിൾ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് അവർ എന്ത് വിലയാണ് കൊടുക്കുന്നതെന്നറിയില്ല. നമ്മൾ സാധാരണക്കാരായതുകൊണ്ടാണ്. വലിയ സിനിമാ താരങ്ങളും ഇവരൊക്കെ ആണെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പാസ്പോർട്ട് ആവശ്യം വരും. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് കരുതിയിട്ടാണോ കോടതി ഇങ്ങനെ പെരുമാറുന്നത്? നമ്മൾ ന്യായമായിട്ടുള്ള ആ ട്രാവൽ ഏജൻസിക്ക് കോമ്പൻസേഷൻ കോടതി വഴി കൊടുക്കാനും എല്ലാം